അഭിജിത്ത് പ്രിയ സഖാവിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നു. പ്രവർത്തകർ നേതാക്കൾ അവസാനമായി പ്രിയ നേതാവിനെ പ്രിയ പുഷ്പനെ ഒരു നോക്ക് കാണാൻ പ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുന്നു. എന്താണ് അവിടെ നിന്ന് കാണാൻ കഴിയുന്ന പൊതുദർശനവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ, നാളത്തെ വിലാപയാത്ര, സംസ്കാര ചടങ്ങുകൾ, അതിൻ്റെയൊക്കെ വിവരങ്ങൾ എങ്ങനെയാണ് അഭിജിത്ത്? ടി.കെ. ഈ വൈകിയ വേളയിലും നിരവധി പേർ പുഷ്പനെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിനായി ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. കോഴിക്കോട് DYFI യൂത്ത് സെൻറ്ററിലാണ് പൊതുദർശനത്തിനുള്ള സൗകര്യമൊരുക്കിയത്. രാത്രി 7 മണിയോടെ ആരംഭിച്ച പൊതുദർശനമാണ്. ഇപ്പോഴും നിരവധി പേർ എത്തുന്നുണ്ട്. അത്രയേറെ വൈകാരികമായി പ്രവർത്തകരോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു പുഷ്പൻ്റേത്. ജീവിക്കുന്ന രക്തസാക്ഷി എന്നാണ് പുഷ്പൻ അറിയപ്പെട്ടത്. പക്ഷേ ഇനി ആ നിലയിൽ അറിയപ്പെടാൻ പുഷ്പനില്ല എന്നുള്ളത് വളരെ അവരെ വേദനയിലാഴ്ത്തുന്നുണ്ട്. അവർക്കത് ഉൾക്കൊള്ളാനായി കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. 3:30 ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ വെച്ച് പുഷ്പൻ്റെ മരണം സംഭവിക്കുന്നത്. അതിനുശേഷമാണ് ഇവിടേക്ക് എത്തിച്ചത്. ടി.കെ. ചോദിച്ചതുപോലെ തന്നെ ഇവിടെ നിന്ന് നാളെ രാവിലെ 8 മണിക്കാണ് വിലാപയാത്ര ആരംഭിക്കുക. ആ വിലാപയാത്ര നിരവധി സ്ഥലങ്ങളിൽ പ്രവർത്തകർക്ക് അവസാനമായി പുഷ്പനെ ഒരു നോക്ക് കാണുന്നതിനുള്ള സൗകര്യം ഒരുക്കിയതിനു ശേഷം തലശ്ശേരി ടൗൺ ഹാളിലേക്ക് എത്തിച്ചേരും. അവിടെ വെച്ച് 10:30 പൊതുദർശനം ആരംഭിക്കുക. അത് 12:30 വരെ നീളും. അതിനുശേഷമാണ് പുഷ്പൻ്റെ നാടായ ചുക്ലിയിലേക്ക് മൃതദേഹം എത്തിക്കുക. അവിടെയും പൊതുദർശനത്തിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതിന് പിന്നാലെ വൈകിട്ട് 5 മണിയോടുകൂടി പുഷ്പൻ്റെ വീട്ടുപറമ്പിലാണ് സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെ നിരവധി നേതാക്കൾ, പ്രവർത്തകരൊക്കെ ഇവിടേക്ക് എത്തിച്ചേരും. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ പൊതുദർശനം ഇവിടെ തുടരുകയാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വൈകിയ വേളയിലും പുഷ്പനെ അവസാനമായി ഒരു നോക്ക് കാണാൻ, അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ, അന്തിമോപചാരം അർപ്പിക്കാൻ നിരവധി പേർ എത്തിച്ചേരുന്നുണ്ട്. ടി.കെ. ശരി, അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ നൽകുകയായിരുന്നു. സമരനായകന് വിട നൽകുകയാണ് പ്രവർത്തകർ, നേതാക്കൾ. ഇടവേള.